മോൻ വന്നത് എന്തുകൊണ്ടും നന്നായി. അകത്തേക്ക് കയറിയിരിക്കെ. ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. ഗൗരി അടുക്കളയെ ലക്ഷ്യം വെച്ച് നടന്നു. താരയുടെയും മനുവിന്റെയും കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ മൗനതയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ദൂരെ നിന്ന് മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. ഉമ്മറപ്പടിയിൽ താര നിന്നു. മുടിത്തുമ്പത്തു നിന്നും മഴവെള്ളം ഇറ്റിറ്റു വീണുകൊണ്ടിരുന്നു. രണ്ടുപേരും നനഞ്ഞിട്ടുണ്ട്. പരസ്പരം കണ്ണുകളിലൂടെ സംസാരിക്കുന്നു. മഴയുടെ സൗണ്ടിൽ അവരുടെ മൗനം ഉറക്കെ കേട്ടിരുന്നു. പെട്ടെന്ന് ഒരു മിന്നൽ വെട്ടി. ഒരു നിമിഷം കൊണ്ട് ലോകം വെളുത്തു. ആ വെളിച്ചത്തിൽ രണ്ടുപേരുടെയും മുഖവും ഒരു കഥ പറയുന്നത് പോലെ തോന്നി. പരസ്പരം ഒന്നും പറയാതെ, പക്ഷെ എല്ലാം മനസ്സിലായതുപോലെ. പുറകിൽ നിന്നും അമ്മയുടെ മോനെ എന്നുള്ള വിളി രണ്ടുപേരും ഞെട്ടി. തിരിഞ്ഞു നോക്കി. ദാ ചായ കുടിക്കും മോനെ. മോനെ മനു, ഞാൻ നേരിട്ട് പറയണമെന്ന് കരുതി. അമ്മ തുടങ്ങി. താര ജനൽ കമ്പിയിൽ ഒട്ടി നിൽപ്പുണ്ട്. മഴ തോർന്നു തുടങ്ങി. എനിക്ക് തോന്നി താരയ്ക്ക് ചേർന്ന കൂട്ടുണ്ടെങ്കിൽ അത് നീ ആയിരിക്കുമെന്ന്. മനു ശ്വാസം പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിൽ തൊട്ട് കൂട്ടായി വളർന്നവരാണ്. അവളുടെ ചിരിയും കരച്ചിലും നിനക്കറിയാം. നിന്റെ മൗനവും ദേഷ്യവും അവൾക്കും മനസ്സിലാകും. അമ്മ അടുത്തോട്ട് വന്നു മനുവിൻ്റെ കയ്യിൽ ചെറുതായി തൊട്ടു. കല്യാണം എന്ന് പറഞ്ഞ ജീവിതമാണ് മോനെ, സുഖവും ദുഃഖവും. നീ അവളെ നോക്കിക്കൊള്ളുമെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നീ സമ്മതിച്ചാൽ. പുറത്ത് നീട്ടി പെയ്യുന്ന മഴ പോലെ അകത്തും ഒരു നിമിഷം മൗനം വന്നു. താര തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണിൽ എന്താണോ, പേടിയോ സ്നേഹത്തിൻ്റെ ഒരു തരിയോ മനുവിന് വായിച്ചിട്ട് പിടികിട്ടുന്നില്ല. അമ്മയുടെ വാക്കുകേട്ട ആ നിമിഷം സമയം നിന്നതുപോലെ തോന്നി. മനു തൻ്റെ തല ചായച്ചു. കണ്ണുകൾ താഴേക്കാക്കി. വിരൽ തമ്മിൽ തിരുമ്മി. ഈ നിമിഷത്തിന് വേണ്ടിയാണ് അവൻ ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ അത് നേരിൽ വന്നപ്പോൾ വാക്കുകൾ തൊണ്ടയിൽ ഉടക്കുന്നത് പോലെ. താര ജനാല കമ്പി മുറുകെ പിടിച്ചു നിന്നു. വിരലുകൾ വെളുത്തു. അവളുടെ ചായ്വ് അവൻ കണ്ടു. ഒടുവിൽ മനു തല പൊക്കി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ താരയുടെ മുഖത്തും. അമ്മേ, അവൻ്റെ സൗണ്ടിൽ ഇടറി. അവൻ വീണ്ടും തുടർന്നു. അമ്മേ, ഞാൻ താരയെ ചെറുപ്പത്തിൽ തൊട്ട് സ്നേഹിച്ചിരുന്നു. താര ഞെട്ടി തിരിഞ്ഞു നോക്കി. മഴത്തുള്ളികൾ പോലെ കണ്ണീർ അവളുടെ കണ്ണിൽ നിറഞ്ഞു. പക്ഷേ മനു തുടർന്നു. സ്നേഹം കൊണ്ട് മാത്രം ജീവിതമാവില്ല. അവളുടെ സമ്മതം, അവളുടെ ഇഷ്ടം, അത് ഞാൻ അറിയണം. അമ്മയുടെ മുഖം ശാന്തമായി. അത് ഞാൻ ചോദിച്ചിട്ടില്ല മോനെ. അവളോട് മോൻ തന്നെ ചോദിക്കേ. രണ്ടുപേരും താരയിലേക്ക് തിരിഞ്ഞു. പുറത്ത് വീണ്ടും മഴ തുടങ്ങിയിരുന്നു. താരയുടെ കാൽപാദം മുറച്ചു നിന്നു. പിന്നെ പതിയെ അവരെ താണ്ടി മുൻപോട്ട് വന്നു. മനുവിൻ്റെയും അമ്മയുടെയും മുന്നിൽ വന്നു നിന്നു. അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ വിളക്കം. ഇല്ലാത്ത ചിരി വിരിഞ്ഞു. മഴയിൽ നനഞ്ഞതിന് ശേഷം കാണുന്നത് പോലെ. എൻ്റെ സമ്മതം വേണം അല്ലേ? അവൾ ചോദിച്ചു. സൗണ്ടിൽ ചെറിയ ഇടർച്ച. മനു തലയാട്ടി. വേണം. താര ഒരു നിശ്വാസം എടുത്ത്. ലോകത്തിലെ എല്ലാ കാറ്റും എല്ലാ മഴയും അവളുടെ ഉള്ളിലേക്ക് കയറിയതുപോലെ. പിന്നെ എല്ലാവരും കേൾക്കെ, എനിക്കും ഇഷ്ടമാണ്. ആ വാക്ക് വീട്ടിൽ ഒരു പൂ വിരിഞ്ഞ പോലെ പറഞ്ഞു. അമ്മ കണ്ണു തുടച്ചു ചിരിച്ചു. ദേവി അനുഗ്രഹിച്ചു മക്കളെ. മനു ഒന്നും പറഞ്ഞില്ല. അവസാനം മാസങ്ങളായി ഉള്ളിൽ തളച്ചിരുന്ന നീറുന്ന ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നി അവന്. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ കണ്ടു, ആ കണ്ണിൽ മഴയല്ല, വെളിച്ചമാണ് ഇപ്പോൾ. പുറത്ത് മഴ എന്ന ഭാരം കൂടി. പക്ഷേ ഈ വീട്ടിനുള്ളിൽ ഒരു പുതിയ കാലം തുടങ്ങിയിരുന്നു. ഗൗരി രണ്ടുപേരെയും അനുഗ്രഹിച്ചു. വീട് മുഴുവൻ ഒരു ഉത്സവം പോലെയായി. പെട്ടെന്ന് തന്നെ അത് നിൽക്കുകയും ചെയ്തു. മനുവിന് അടുത്ത ദിവസം തന്നെ തിരിച്ച് പട്ടണത്തിൽ പോകണം. അതായിരുന്നു അവരുടെ മനോവിഷമത്തിൻ്റെ കാരണം. മനു അമ്മയോടും താരയോടും യാത്ര പറഞ്ഞു. ഇറങ്ങുമ്പോൾ തിരിഞ്ഞൊന്നു നോക്കാൻ മനു മറന്നില്ല. തിരിച്ചു താരയും. അങ്ങ് ദൂരെ അകലുന്നത് വരെ കണ്ണിമ വെട്ടാതെ മനുവിനെ നോക്കി നിന്നു. അന്ന് രാത്രി രണ്ടുപേരും ഇറങ്ങിയില്ല. ഒരു വശത്ത് താങ്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നടന്നതും, മറുവശത്ത് ഇനി കുറച്ചു നാൾ തമ്മിൽ കാണാൻ പറ്റില്ലല്ലോ എന്ന വേദന. വെളിയിൽ മഴ മത്സരിച്ച് പെയ്യുന്നു. ജനലഴയിലൂടെ കാറ്റ് അടിച്ചു വീശുന്നു. ഇരുവരും ഒരു മായാലോകത്തെന്ന പോലെ പതിയെ നിദ്രയിലേക്കായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ താര അച്ഛൻ്റെ കുഴിമാടത്തിലേക്ക് നടന്നു. വീടിൻ്റെ വലത്തുഭാഗത്തെ മാവിൻ ചുവട്ടിലായിട്ടാണ് അച്ഛനുള്ളത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ കുന്നുപോലെ കുഴിമാടം. മുകളിൽ മുല്ലച്ചെടി നിൽക്കുന്നു. കാലുകൾ പതുക്കെയായി.
ഓരോ അടിയും വെക്കുമ്പോഴും അച്ഛൻ ഇല്ലല്ലോ എന്ന മനോവേദനയിൽ കുഴിമാടത്തിന് മുന്നിൽ നിന്നു. ശ്വാസം ഒരു നിമിഷം നിർത്തി. കാറ്റു നിന്നു. ഇലകൾ അനങ്ങുന്നില്ല. ലോകം മുഴുവൻ ആ നിമിഷത്തിനു വേണ്ടി ആഗ്രഹിച്ചതുപോലെ. പതിയെ താര അച്ഛൻ്റെ അരികിലിരുന്നു. എൻ്റെ അച്ഛനെ അവസാനമായി ഒന്ന് കാണാൻ എനിക്ക് പറ്റിയില്ല. തണുത്തുറഞ്ഞ ശരീരമാണ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ. വിതുമ്പലോടെ താര മൗനമായി പറഞ്ഞു, അച്ഛാ, എൻ്റെ അച്ഛനോട് ഒരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ. എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം. അച്ഛൻ്റെ മോൾക്ക് ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛനറിയാം, അച്ഛൻ്റെ സുഹൃത്ത് കൃഷ്ണേട്ടൻ മകൻ മനുവാണത്. അച്ഛനായിരുന്നല്ലോ എൻ്റെ വിവാഹം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അത് നടക്കാൻ പോകുന്നു. അച്ഛന് സന്തോഷമായോ? താര പറഞ്ഞു നിർത്തിയത്. ഒരു ഇളം കാറ്റ് താരയുടെ മുടികളെ തലോടി. അവളുടെ അച്ഛൻ വന്ന് തലോടിയതുപോലെ. അവൾ കുറച്ചു നിമിഷം കാറ്റിൻ്റെ തലോടിൽ അലിഞ്ഞു നിന്നു. താരയുടെ ഹൃദയവും മനസ്സും ഒരുപോലെ തണുത്തു. അവൾ അച്ഛൻ്റെ സാമീപ്യത്തിൽ മതിമറന്നു നിന്നു. താരമോളെ, ഗൗരി ഉമ്മറപ്പടിയിൽ നിന്ന് വിളിച്ചു. താര ഒരു വട്ടം കൂടി അച്ഛൻ്റെ കുഴിമാടത്തിലേക്ക് നോക്കി. അച്ഛാ, എന്നോടൊപ്പം അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് മനസ്സിൽ പറഞ്ഞു. താര തിരികെ നടന്ന അമ്മയുടെ അടുക്കലെത്തി. നാളെയല്ലേ മോളെ മനു തിരികെ പട്ടണത്തിലേക്ക് പോകുന്നത്? അമ്മ അതിനു മുമ്പേ കൃഷ്ണേട്ടനോട് നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാം. വൈകുന്നേരത്തെ മഴ കഴിഞ്ഞ് മണ്ണിന്റെ മണം നിറഞ്ഞിരുന്നു. വീട്ടുമുറ്റത്തെ തുളസി തറയ്ക്ക് മുന്നിൽ ഗൗരി ദീപം തെളിച്ചു. മനസ്സിൽ ഒരുപാട് ചിന്തകൾ. താരയുടെ മുഖത്തെ സന്തോഷവും കാണുമ്പോൾ മനുവിനോടുള്ള അവളുടെ ഇഷ്ടം അമ്മയ്ക്ക് വ്യക്തമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഇന്നാണ് കിട്ടിയത്. അടുത്ത ദിവസം രാവിലെ ഗൗരി മനുവിൻ്റെ വീട്ടിലേക്ക് പോയി. പഴയ നാളുകളുടെ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ വരവ് ഒരമ്മയുടെ ഹൃദയഭാരം കൊണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്നു. ഗൗരിയോ, ഇത്ര രാവിലെ? വാ, ഇരിക്ക്. അദ്ദേഹം പുഞ്ചിരിച്ചു. ഗൗരി ചെറുതായി മടിച്ചിരുന്നു. കൃഷ്ണേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. അവളുടെ ശബ്ദത്തിലെ ഗൗരവം കണ്ടപ്പോൾ കൃഷ്ണേട്ടൻ പത്രം അടക്കി വെച്ചു. എന്താ ഗൗരി? എല്ലാം സുഖമാണല്ലോ അല്ലേ? ഗൗരി ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, നമ്മുടെ കുട്ടികളെക്കുറിച്ചാണ്, താരയും മനുവും. കൃഷ്ണേട്ടൻ്റെ കണ്ണുകളിൽ അതിശയം തെളിഞ്ഞു. അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഗൗരി പറഞ്ഞു. കൃഷ്ണേട്ടൻ കുറച്ചുനേരം ചിരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. എനിക്കതൊക്കെ നേരത്തെ തോന്നിയിരുന്നു, അദ്ദേഹം ശാന്തമായി പറഞ്ഞു. ഗൗരിയുടെ മുഖത്ത് ആശ്വാസം തെളിഞ്ഞു. താര നല്ല മനസ്സുള്ള കുട്ടിയാണ് കൃഷ്ണേട്ടാ. മനുവിനെയും ഞാൻ എൻ്റെ മകനായി തന്നെയാണ് കാണുന്നത്. അവരുടെ സന്തോഷം നമുക്ക് സമ്മതിക്കാമോ എന്ന് ചോദിക്കാനായിരുന്നു ഞാൻ വന്നത്. കൃഷ്ണേട്ടൻ ദീർഘനിശ്വാസം വിട്ടു. ഗൗരി, പണവും സ്ഥാനവും നോക്കിയല്ല ജീവിതം നിൽക്കുന്നത്. തമ്മിൽ മനസ്സിലാക്കുന്ന രണ്ടാളുകൾ ഒരുമിച്ചാൽ അതാണ് വലിയ ഭാഗ്യം. മനുവിന് താരയേക്കാൾ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനില്ല. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ വിവാഹത്തിന് കൃഷ്ണേട്ടന് സമ്മതമാണോ? കൃഷ്ണേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമ്മതം മാത്രമല്ല ഗൗരി, ഈ വീട്ടിലേക്ക് താരയെ മകളായി വരവേൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് കേട്ട നിമിഷം ഗൗരിയുടെ ഹൃദയം ശാന്തമായി. വരാന്തയിലൂടെ വീശിയെത്തിയ കാറ്റിൽ പുതിയൊരു ബന്ധത്തിന്റെ സന്തോഷം നിറഞ്ഞു. ഗൗരി സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ കൃഷ്ണേട്ടന്റെ മുഖത്ത് ഒരു ചെറിയ മങ്ങൽ നിറഞ്ഞു. അത് ഗൗരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താ കൃഷ്ണേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾ പതുക്കെ ചോദിച്ചു. കൃഷ്ണേട്ടൻ ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നെ ദീർഘനിശ്വാസം വിട്ടു. ഗൗരി, എനിക്ക് ഈ വിവാഹത്തിന് എതിരൊന്നുമില്ല. താര എൻ്റെ മകളായി തന്നെയാണ് കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മന്ദമായി നിന്നു. പക്ഷേ എന്താ? ഗൗരിയുടെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞു.